താലിപ്പൊന്ന്. ആഹാ, മേനോൻ ചേട്ടനോ? അകത്തേക്ക് വന്നാട്ടെ. കല്യാണൊരുക്കങ്ങളൊക്കെ എന്തായിന്ന് നോക്കാൻ വന്നതാകുമല്ലേ? നാളെ ഒരു വിവാഹത്തിന് സാക്ഷ്യം കുറിക്കാൻ പോകുകയാണ് ചന്ദ്രോത്ത് തറവാട്. അലങ്കാര വിളക്കുകളും അതിഥികളും ഒക്കെ നിറഞ്ഞ വിവാഹ വീട്ടിലേക്ക് അപ്രതീക്ഷിതമായി എത്തിയ വരന്റെ അച്ഛൻ ദിവാകരൻ മേനോനെയും അദ്ദേഹത്തിന്റെ ചില ബന്ധുക്കളെയും പെൺകുട്ടിയുടെ അച്ഛൻ ദേവരാജൻ ആശ്ചര്യത്തോടെയും സന്തോഷത്തോടെയും സ്വാഗതം ചെയ്തു. ദിവാകരമേനോന്റെ മുഖമാകെ വിളറി വെളുത്തിട്ടുണ്ട്. അയാൾ ആ വീടിന്റെ ചുറ്റുവട്ടങ്ങളിൽ കൂടി ഒന്ന് കണ്ണോടിച്ചു. കല്യാണത്തിനായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. പക്ഷെ ആ വിവാഹം നടക്കില്ലെന്ന് ഞാൻ എങ്ങനെ ഇവരോട് പറയും? ഇവരുടെ പ്രതികരണം എന്താവും? ദിവാകരന്റെ ശരീരം വിറയ്ക്കും പോലെ അയാൾക്ക് തോന്നി. പരിഭ്രമം അയാളെ മൂടി. അല്ല, അവിടെ തന്നെ നിൽക്കാതെ അകത്തേക്ക് വരൂ. മോൾ അവിടെ അവളുടെ കൂട്ടുകാരികളുമായി മുകളിലാണ്. ദേവരാജൻ ദിവാകരന്റെ കൈകളിൽ പിടുത്തമിട്ട് സന്തോഷത്തോടെ പറഞ്ഞു. ദിവാകര, നിന്ന് സമയം കളയാതെ വന്ന കാര്യം പറയൂ. ദിവാകരന്റെ ജ്യേഷ്ഠൻ സതീശൻ ഒട്ടും ക്ഷമയില്ലാതെ പറയുന്നത് കേട്ട് ദിവാകരൻ ദേവരാജനെ അവിടെ പിടിച്ചു നിർത്തി. ദേവ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ദിവാകരൻ പറയുന്നത് കേട്ട് ദേവരാജന്റെ കാലുകൾ നിശ്ചലമായി. അയാളുടെ മുഖത്ത് കാണുന്ന നിസ്സംഗതയും പതിവിലും ഉപരി കാണുന്ന പരിഭ്രമവും ദേവരാജനിൽ വല്ലാത്തൊരു സംശയം ജനിപ്പിച്ചു. ദേവൻ ദിവാകരന്റെ വാക്കുകൾക്ക് വേണ്ടി ശ്രദ്ധയോടെ കാതോർത്തു. ദേവാ, അത് ഈ കല്യാണം നടക്കില്ല. ഈ സമയത്ത് വന്ന് പറയുന്നത് തെറ്റാണെന്നറിയാം. പക്ഷെ അതല്ലാതെ മറ്റു മാർഗമില്ല. ദിവാകരൻ വിതുമ്പിക്കുട്ട് പറഞ്ഞപ്പോ അയാൾ പറയുന്നത് മനസ്സിലാവാതെ ഉഴറിപ്പോയിരുന്നു ദേവരാജന്റെ മനസ്സ്. വിവാഹം നടക്കില്ല എന്ന വാക്കുകൾ അയാളുടെ ഹൃദയത്തിൽ കൊളുത്തി നിന്നു. എന്താ എന്താ ദിവാകരേട്ട നിങ്ങൾ ഈ പറയുന്നത്? നാളെ കല്യാണത്തിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു എന്റെ കുട്ടിയും ഞങ്ങളും എല്ലാം. ഇത്രയും നാള് നിങ്ങൾക്ക് സമയമുണ്ടായിരുന്നു ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ. ഈ അവസാന നിമിഷം കല്യാണത്തലേന്ന് തന്നെ വന്ന് ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ ഇനി എന്ത് ചെയ്യാനാ? എന്റെ കുട്ടിയുടെ ഭാവി എന്താവും? ഈ നാട്ടുകാരുടെ മുമ്പിൽ ഞങ്ങൾ എങ്ങനെ തല ഉയർത്തി നടക്കും? എന്റെ കുട്ടിയുടെ ജാതകത്തിലെ പ്രശ്നങ്ങൾ നിങ്ങൾക്കും അറിയാവുന്നതല്ലേ? ദേവരാജന്റെ മനസ്സ് മകളെ ഓർത്ത് ആകുലതപ്പെട്ടു. തൊണ്ട വരണ്ടു, കണ്ടമിടറി. എനിക്കൊന്നും അറിയില്ലായിരുന്നു ദേവ. അവനൊന്നും പറഞ്ഞിരുന്നില്ല. അവനൊരു മറ്റൊരു പെണ്ണുമായി ഇഷ്ടമുണ്ടായിരുന്നുവെന്ന്. ഒരു വട്ടമെങ്കിലും എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അവൻ ഈ ബന്ധത്തിലേക്ക് വലിച്ചിഴക്കില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കണം ദേവ. ദിവാകരൻ കൈകൾ കൂപ്പി അപേക്ഷിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ സംഭവിച്ചെന്ന് പറയൂ. ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ തെളിച്ചു പറയൂ ദിവാകരേട്ടാ. ദേവരാജന്റെ അനുജന്മാരും സഹോദരി ഭർത്താവും ദിവാകരനും ദേവരാജനും ഇടയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്കരികിലേക്ക് ഓടിയെത്തി. വിവാഹം നടക്കില്ലെന്ന് പറയുന്നു. ശ്രീകാന്തിന് വേറെ ഇഷ്ടമുണ്ടായിരുന്നത്രേ. കൃഷ്ണകുമാർ വേറെ നിവൃത്തിയില്ലാതെ അവിടെ കൂടി നിൽക്കുന്നവരോട് പറഞ്ഞു. വിവാഹത്തിന് ഒത്തുകൂടിയ ബന്ധുക്കളും സ്നേഹിതരും വരന്റെ വീട്ടുകാരെ പൊതിഞ്ഞു. ചിലരവരെ അടിക്കുവാൻ വരെ ആഹ്വാനം ചെയ്തു. ശ്രീകാന്തിന് വേറെ ഇഷ്ടമുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഈ ദിവസം വരെ കൊണ്ട് എത്തിച്ചത്? ഇത് വല്ലാത്ത ചതിയായിപ്പോയി ദിവാകരേട്ടാ, നിങ്ങൾ ഞങ്ങളോടൊക്കെ ഈ ചെയ്തത്. പറയുന്നതിനോടൊപ്പം ദേവരാജൻ കരുത്തില്ലാതെ താഴേക്ക് തളർന്നിരുന്നു. എന്താ എന്താ ഇവിടെ നടക്കുന്നത്? എന്താ ബഹളം? ദേവാ, ഇന്ദ്ര. ചന്ദ്രോത്ത് തറവാട്ടിലെ കാരണവർ പ്രഭാകരൻ ഉണ്ണിത്താന്റെ ശബ്ദം അവിടെ മുഴുങ്ങിയതും ഞൊടിയിട നേരം കൊണ്ട് അവിടെ നിശബ്ദമായി. എന്താ കാര്യം ദിവാകര? പ്രഭാകരൻ ഉണ്ണിത്താൻ വിളറി വെളുത്ത മുഖവുമായി തന്റെ മുൻപിൽ നിൽക്കുന്ന ദിവാകരമേനോനെ ഒന്ന് നോക്കി. നാളെ ബന്ധുക്കളാകേണ്ടവരാണ്. അയാളുടെ മുഖത്തെ തെളിച്ചമില്ലായ്മയെ അദ്ദേഹം സൂക്ഷ്മമായി നിരീക്ഷിച്ചു. അച്ഛാ, കല്യാണം നടക്കില്ലെന്നാ പറയണേ. ശ്രീകാന്ത് മറ്റേതോ പെൺകുട്ടിക്കൊപ്പം ഒളിച്ചോടിപ്പോയത്രേ. ദേവരാജൻ ദുർബല ശബ്ദത്തിൽ പറഞ്ഞു. ശ്രീ, മതമോ ജാതിയോ പണമോ കുടുംബമഹിമയോ ഞങ്ങൾ പ്രശ്നമാക്കില്ലെന്ന് അവനറിയാം. ഇത് ഞങ്ങൾ അംഗീകരിക്കില്ലെന്ന് കരുതിയാകും അവൻ ഇന്നുവരെയും അവന്റെ ഈ ബന്ധം ഞങ്ങളിൽ നിന്നും മറച്ചുവെച്ചത്. സതീശന്റെ വാക്കുകൾ കൂടി നിന്നവരിൽ വലിയ ഞെട്ടൽ സൃഷ്ടിച്ചു. നിങ്ങൾക്കൊക്കെ ഇങ്ങനെ പറഞ്ഞൊഴിയാം, പക്ഷെ ഞങ്ങളുടെ കുഞ്ഞ്, അവളോട് എന്തു പറയും ഞങ്ങള്? അവനെ ഞങ്ങൾ വെറുതെ വിടില്ല. ലക്ഷ്മണ, വണ്ടി എടുക്കടാ. അവനെ വെറുതെ വിടരുത്. ദേവരാജന്റെ അനിയൻ ഇന്ദ്രൻ അത്യധികം ക്ഷോഭത്തോടെ ഒരു അടിപിടിക്കായി ചട്ടം കൂട്ടി.
ഇന്ദ്ര, മതി, നിർത്ത്. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയിപ്പോ ശ്രീകാന്തിനെ ഉപദ്രവിച്ചതുകൊണ്ടോ അവനെ പിടിച്ചുകെട്ടി നമ്മുടെ കുഞ്ഞിനെ കൊണ്ട് വിവാഹം നടത്തിയിട്ടോ കാര്യമില്ല. എന്തായാലും അവൻ കഴുത്തിൽ താലി കെട്ടിയിട്ട് ചതിക്കാഞ്ഞത് നമ്മുടെ കുഞ്ഞിന്റെ ഭാഗ്യം. ഇതിനിപ്പോ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണുകയാണ് വേണ്ടത്. പ്രഭാകരൻ പറയുന്നതിനൊപ്പം ചന്ദ്രോത്ത് പ്രഭാകരൻ പറയുന്നതിന്റെ അപ്പുറം ചന്ദ്രോത്ത് തറവാട്ടിൽ നടക്കില്ല. എല്ലാവരും അയാളുടെ വാക്കുകൾക്കായി കാതോർത്തു. ശ്രീകാന്തിനൊരു അനിയനുണ്ടല്ലോ, ശ്രീരാഗ്. അവൻ നമ്മുടെ മോളെ വിവാഹം കഴിക്കട്ടെ. കൂട്ടത്തിൽ ഏതോ ബന്ധുക്കൾ ഉറക്കെ പറഞ്ഞു. ദിവാകരന്റെ മുഖം ഒന്ന് വിടർന്നു. ഈ ഇലഞ്ഞിക്കരയിലെ ഏറ്റവും സമ്പന്നമായ തറവാടാണ് ചന്ദ്രോത്ത് തറവാട്. ഈ വീട്ടിൽ നിന്നും ഒരു സമ്പത്തം അയാൾ ഒരുപാട് കൊതിച്ചതും ഒത്തുവന്നതുമായിരുന്നു. ശ്രീകാന്തിന്റെ ബുദ്ധിമോശം കൊണ്ട് അതിങ്ങനെയുമായി. ശ്രീരാഗ് തന്റെ ഇളയ മകൻ. അവനിൽ കൂടി ഈ ബന്ധം ഊട്ടിയുറപ്പിക്കാനാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. ദിവാകരമേനോൻ പ്രതീക്ഷയോടെ പ്രഭാകരൻ ഉണ്ണിത്താനെ ഒന്ന് നോക്കി. വേണ്ട, ഇനി ശങ്കരമംഗലം തറവാട്ടിൽ നിന്നൊരു ബന്ധം വേണ്ട. ഇനി അനിയനും ചേട്ടനെ പോലെയെല്ലാം ഉറപ്പില്ലല്ലോ. തൽക്കാലം അങ്ങനെയൊരു ചിന്ത കളഞ്ഞേക്കൂ. ഉണ്ണിത്താന്റെ ഉറച്ച വാക്കുകളെ ദിവാകരമേനോന്റെ നാമ്പിട്ട പ്രതീക്ഷകൾ കരിഞ്ഞു. ഉണ്ണിത്താൻ എതിർത്താൽ ഇനി ഒന്നും നടക്കില്ലെന്ന് അയാൾക്കറിയാം. അയാൾ നിരാശയോടെ തല താഴ്ത്തി നിന്നു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകാൻ അച്ഛാ? മിതുമോൾക്ക് 22 വയസ്സിനുള്ളിൽ വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ 35 വയസ്സിലേ ഉള്ളൂ മംഗല്യയോഗം. ദേവരാജൻ പിതൃസഹജമായ ആശങ്കയോടെ പറഞ്ഞു. നീ എന്താ ദേവ പറയണത്? എന്ന് കരുതി ഏതെങ്കിലും ഒരുത്തിന്റെ കയ്യിൽ അവളെ പിടിച്ചേൽപ്പിച്ച് കടമ തീർത്താ മതിയോ? വന്നവരെല്ലാം പിരിഞ്ഞു പോയിക്കോളൂ. നിങ്ങൾ വന്ന കാര്യം അറിയിച്ചു കഴിഞ്ഞല്ലോ, ഇനി പോയാട്ടെ. പ്രഭാകരമേനോന്റെ ശബ്ദം ഉയർന്നതും ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് മനസ്സിലാക്കിയ ദിവാകരനും സംഘവും ചന്ദ്രോത്ത് തറവാടിന്റെ പടികൾ ഇറങ്ങി. ദിവാകരനും കുടുംബക്കാരും എല്ലാവരും പോയി. അവസാനം ചന്ദ്രോത്ത് തറവാട്ടിലെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ടുള്ള ആളുകൾ മാത്രം അവിടെ അവശേഷിച്ചു. ആ അർദ്ധരാത്രിയിൽ തന്നെ തറവാടിന്റെ വിശാലമായ മുറ്റത്തുയർന്ന വലിയ വിവാഹപ്പന്തലിലായി കുടുംബയോഗം വിളിച്ചു കൂട്ടിരിക്കുകയാണ് പ്രഭാകരൻ ഉണ്ണിത്താൻ. വിഷയം ഇന്നത്തെ മുടങ്ങിപ്പോയ വിവാഹവും അതിന്റെ പ്രതിവിധിയും തന്നെ. ഇപ്പോൾ മിഥു ഒഴികെ എല്ലാവരിലേക്കും വിവാഹം മുടങ്ങിയ വാർത്ത എത്തിയിട്ടുണ്ട്. ദേവരാജന്റെ ഭാര്യ ഹരിപ്രിയ തന്റെ സാരി മുന്താണി കൊണ്ട് മുഖം പൊത്തിപ്പിടിച്ച് കരയുകയാണ്. മറ്റു സ്ത്രീജനങ്ങൾ അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ദേവരാജനും ലക്ഷ്മണനും ഇന്ദ്രനുമൊക്കെ ദുഃഖം അമർത്തിപ്പിടിച്ചു നിൽക്കുന്നു. അച്ഛാ, എന്താണ് അച്ഛന്റെ മനസ്സിൽ എന്താണെന്ന് ഇനിയെങ്കിലും പറയൂ. നാളെ വരെയേ വിവാഹത്തിന് സമയമുള്ളൂ കുട്ടിക്ക്. എന്റെ കുട്ടി ഇങ്ങനെ വിവാഹം നടക്കാതെ നിന്നു പോകണമെന്നാണോ? ദേവരാജൻ അതീവ ദുഃഖത്തോടെ ചോദിക്കുമ്പോ പ്രഭാകരൻ അതിന് ഉത്തരമില്ലായിരുന്നു. അയാൾ ഗഹനമായ ചിന്തകളിലാണ്. ആലോചനയ്ക്കിടയിൽ എപ്പോഴോ അയാളുടെ മിഴികൾ അപ്രതീക്ഷിതമായി ഒരുവനെ തങ്ങി നിന്നു. പ്രതീക്ഷിതെന്തോ കണ്ടെത്തിയ പോലെ അയാളുടെ കണ്ണുകൾ തിളങ്ങി. ശിവ! താഴെ നടക്കുന്ന സംഭവവികാസങ്ങളൊന്നും അറിയാതെ കുറച്ചു മുന്നേ വൈദു വരച്ചുകൊടുത്ത മെഹന്തിയുടെ ഭംഗി ആസ്വദിക്കുകയായിരുന്നു ശിവയെന്ന ശിവലക്ഷ്മി ദേവരാജൻ. അവളുടെ അരികിലായി അവളുടെ അടുത്ത സുഹൃത്തുക്കളും കസിൻസും ഒക്കെയുണ്ട്. ഡി, നീ ഒന്ന് വന്നേ, ഒരു കാര്യം പറയണം. തടികോവണി ഓടിക്കയറി കിതച്ചെത്തി വന്നവളെ അടിമുടി ഒന്ന് നോക്കി ശിവ. എന്തോ ന്യൂസും കൊണ്ടുള്ള വരവാ. അവളുടെ ആ വെള്ളറി പിടിച്ച പാവം കണ്ടപ്പോ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് തന്റെ അരികിലേക്ക് വന്ന ദേവുവിനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അപ്പോഴേക്കും അവൾ ദേവുവിന്റെ കൈപിടിച്ചു വലിച്ചുകൊണ്ട് ബാൽക്കണിയിലേക്ക് പോയിരുന്നു. ബാൽക്കണിയിൽ നഖവും കടിച്ചു വൈദവും നിൽപ്പുണ്ട്. എന്താടി, എന്താ കാര്യം? രണ്ടുപേരുടെയും മുഖത്ത് നോക്കി ശിവ ആകാംക്ഷയോടെ ചോദിച്ചു. ഡേ, നീ വിഷമിക്കരുത്. എന്തുണ്ടെങ്കിലും നിനക്കൊപ്പം ഞങ്ങളും ഉണ്ടാവും. വലിയ മുഖവുരിയിട്ട് സംസാരിക്കുന്ന വൈദേഹി എന്ന വൈദുവിനെ നോക്കി കണ്ണുരുട്ടി കാട്ടി ശിവ. നീ എന്ത് കോക്കനട്ടാണ് പറയുന്നത്? മര്യാദയ്ക്ക് തെളിച്ചു പറയടി. അവളുടെ മുഖഭാവം കണ്ടു ഭയന്ന ശിവ വൈദുവിനോട് ദേഷ്യത്തോടെ ചോദിച്ചു. നിന്റെ കല്യാണം നടക്കില്ലെന്ന് ശ്രീകാന്തിയേട്ടൻ ആരുടെയോ കൂടി ഒളിച്ചോടിപ്പോയിത്രേ. കാലമാടൻ, അയാൾ ഗതി പിടിക്കില്ല. ദേവു ശ്രീകാന്തിനെ പ്രാക്കി കണ്ണീർ തുടച്ചുകൊണ്ട് പറഞ്ഞു. ഓ, അത്രയുള്ളോ? ഞാൻ പേടിച്ചുപോയി. ആർക്കെങ്കിലും വല്ല അപകടവും പറ്റിയിട്ടുണ്ടാകുമെന്ന് കരുതി. യാതൊരു വിഷമവുമില്ലാതെ കൂളായി പറയുന്നവളെ സൂക്ഷിച്ചു നോക്കി വൈദുവും ദേവും. അയ്യോ, എന്താ എന്താ നിങ്ങൾ പറഞ്ഞേ? ആ നോട്ടത്തിൽ നിന്ന് കാര്യം മനസ്സിലായവൾ
ഇല്ലാത്ത കണ്ണുനീർ വരുത്തി പറയുന്നത് കേട്ട് അവളെ വളഞ്ഞിട്ട് പിടിച്ചിരുന്നു വൈദുവും ദേവും. കല്യാണം വേണ്ട വേണ്ടാന്ന് പറഞ്ഞ നിന്നെ നീ പെണ്ണ് കണ്ട ഉടനെ കല്യാണത്തിന് സമ്മതിച്ചപ്പോഴേ ഞങ്ങൾക്ക് സംശയം തോന്നിയതാ. അപ്പൊ നീ പറഞ്ഞതെന്താ? അമ്മയുടെയും അച്ഛന്റെയും മുത്തച്ഛന്റെയും ഒക്കെ വിഷമം കണ്ടിട്ടാണ് നീ സമ്മതിച്ചതെന്നല്ലേ? പക്ഷെ സത്യം അതൊന്നുമല്ല. പറയടി, നടന്നത് എന്താടി? ദേവും വൈശുവും ശിവയെ വളഞ്ഞു. ഇനി നിൽക്കക്കള്ളി ഇല്ലാന്ന് മനസ്സിലായതും ശിവ രണ്ടുപേരെ നോക്കി സൈക്കിളിൽ നിന്നും വീണ ഒരു ചിരി പാസാക്കി. ചിരിക്കാതെ സത്യം പറഞ്ഞു ശിവ. നിനക്കെല്ലാം അറിയായിരുന്നോ? ശിവയുടെ ഓർമ്മ ആ ദിവസത്തിലേക്ക് പോയി. തുടരും. ഒരു കുഞ്ഞി കഥയാണേ. ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് തരണം കേട്ടോ. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്ര. താങ്ക് യു.